പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പുന്നപ്രയിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിന്റെയും ക്ഷീരതീര പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു. പുന്നപ്ര ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും പുന്നപ്ര ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഫീഡ് ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടാറില്ല. ചോളം ഉൾപ്പെടെയുള്ള ഇൻഗ്രീഡിയൻസ് അന്യ സംസ്ഥാനത്താണ് കൃഷി ചെയ്യുകയും അവിടുന്ന് നമ്മൾ വില കൊടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ഫീഡാക്കി മാറ്റുന്നതിൻ്റെ ഒരുപാട് ചെലവുകൾ ആ കേരള ഫീഡ്സിനും മിൽമയ്ക്കുമുണ്ട്. അതാണ് കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് 6 രൂപ ആദ്യം വർദ്ധിപ്പിച്ചത്. അത് കർഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കേരളത്തിൽ പാലിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഗവൺമെൻറ് തന്നെ 6 രൂപ വർദ്ധിപ്പിക്കുവാൻ അതിൽ 5 രൂപ സംതിങ് തുകയും കേരളത്തിലെ ക്ഷീര കർഷകർക്ക് തന്നെ കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയത്. അറിയാം, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായി തരുവാനുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതൊക്കെ ഒരു വെട്ടിക്കുറവ് കേരളത്തിലും ഉണ്ടായത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇന്ന് ക്ഷീരവികസന വകുപ്പിൽ നമ്മൾ നടപ്പിലാക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കിടാരി പാർക്കുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്നുകുട്ടി പരിപാലനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കിടാരി പാർക്കുകളുടെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കിടാരികളെ വളർത്തിയെടുത്ത് ക്ഷീര കർഷകൻ വ്യത്യസ്ത സ്കീമുകൾ വഴി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്ത്. ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കുന്ന ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം 94,500 രൂപ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 2 പശുക്കളെ മേടിക്കത്തക്ക നിലയിൽ കൊടുക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷീര കർഷകരുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 8 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിക്ക് സംസ്ഥാനം തുടക്കം കുറിച്ചെന്നും മന്ത്രി പറഞ്ഞു. എച്ച് സലാം എം.എൽ.എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ്, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി.പി. ഉണ്ണികൃഷ്ണൻ, കേരള ഫീഡ്സ് ലിമിറ്റഡ് ചെയർമാൻ കെ ശ്രീകുമാർ, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ്, പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ എം ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, പുന്നപ്ര ക്ഷീരസംഘം പ്രസിഡന്റ് വി ധ്യാനസുധൻ, ബി അൻസാരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.